പ്രൈസ് ദി ലോർഡ്. പവർ വിഷൻ TV ചാനലിൽ ഗോഡ്സ് ഹാൻഡ് എന്ന പ്രോഗ്രാമിലൂടെ ബൈബിൾ ആർട്ടിസ്റ്റും വെളിപ്പാട് പുസ്തക വ്യാഖ്യാന ഗ്രന്ഥകർത്താവും വേദ അധ്യാപകനുമായിരുന്ന പാസ്റ്റർ P. അതിരൂപൻ്റെ ആർട്ടിസ്റ്റിക് ഇവാഞ്ചലിസത്തെ പറ്റി ഒരു പ്രോഗ്രാം ചെയ്യുവാൻ അവസരമുണ്ടായി. കഴിഞ്ഞ 47 വർഷങ്ങളായി പാസ്റ്റർ P. അതിരൂപനും കുടുംബവും മകൻ മെൽവിനും കുടുംബവും സ്വർഗരാജ്യ മഹത്വത്തിനായി ചെയ്തു പോരുന്ന അൽഫ ആർട്ടിസ്റ്റിക് ഇവാഞ്ചലിസത്തിൻ്റെ വിവിധ പഠന പരമ്പരകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുവല്ലോ. പഴയകാല ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ വീഡിയോ കാണുവാൻ വരൂ, നമുക്ക് നേരിൽ കാണാം. നമുക്കിദ്ദേഹത്തെ അതിരൂപൻ എന്ന് വിളിക്കാം. സുവിശേഷീകരണത്തിലേർപ്പെട്ട ഒരു ധീരയോദ്ധാവ്. ദൈവം തന്ന കഴിവുകൾ ഉപയോഗിച്ച് ദൈവത്തിനു വേണ്ടി വിതച്ച ഒരു ദൈവദാസൻ അതിരൂപൻ. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലാണ് അതിരൂപൻ ദേശം. 42കാരനായ ഈ ദൈവദാസനെ നാം കണ്ടുമുട്ടുമ്പോൾ അത് മറ്റൊരു നിയോഗമാകുന്നു. ചിത്രങ്ങളിലൂടെ ദൈവത്തെയും ദൈവരാജ്യത്തെയും ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇദ്ദേഹം. ആയിരക്കണക്കിന് സംഭവങ്ങളും അനുഭവ കഥകളും നിറഞ്ഞ ബൈബിളിൻ്റെ ഓരോ ചരിത്ര നിമിഷങ്ങളിലൂടെയും ഈ പാസ്റ്റർ കടന്നുപോകുന്നു. ഓരോന്നും മിഴിവും കൃത്യതയും ചോർന്നു പോകാതെ വലിയ ബാനറുകളിലും ക്യാൻവാസുകളിലും ചിത്രങ്ങളായി പകർത്തുന്നു. മിക്കവാറും എല്ലാ ബൈബിൾ സംഭവങ്ങളും ഈ ദൈവദാസൻ വരയ്ക്കാറുണ്ട്. ജനങ്ങളോട് സുവിശേഷം പറയാൻ പാസ്റ്റർ അതിരൂപൻ സ്വീകരിച്ച മാർഗമാണിത്. തെരുവോരങ്ങളിലും മറ്റ് ജനങ്ങളുടെ മധ്യേയും ഇദ്ദേഹം കടന്നു ചെല്ലുന്നു. മിഴിവുറ്റതും ജീവൻ തുടിക്കുന്നതുമായ ചിത്രങ്ങളിലൂടെ അവരെ കൗതുകപൂർവ്വം സുവിശേഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബൈബിൾ ചിത്രമെന്ന അത്ഭുതത്തിലൂടെ ചുറ്റും നിൽക്കുന്ന ജനങ്ങളോട് അതിരൂപൻ സംസാരിക്കുന്നു. ഭൂതലത്തിലെ മാനവരാശിയുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും മനുഷ്യാവതാരം എടുത്ത് ഭൂമിയിൽ വന്ന ക്രിസ്തു മുതൽ ഭൂലോക ചരിത്രത്തെ BC എന്നും AD എന്ന് രണ്ടായി വിഭജിക്കുന്നു. AD എന്ന ക്രിസ്തു വർഷത്തെക്കുറിച്ചും ഈ കൃപായുഗത്തെക്കുറിച്ചുമുള്ള പഠനമാണ് ഈ കാണുന്ന ആദ്യ ഭാഗം. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ 2-3 അധ്യായത്തിൽ എഫെസോസ് തുടങ്ങി ലവോദിക്ക വരെയുള്ള 7 സഭകളുടെ മർമ്മപ്രധാനമായ ചില പീരീഡുകളെ കുറിച്ച് പറയുന്നു. അത് ഈ 2009 ആണ്ടായ ഈ കാലഘട്ടം വരെയുമുള്ള ക്രൈസ്തവ സഭാചരിത്രത്തെക്കുറിച്ച് പഠിക്കേണ്ട ഒരു വിഷയം കൂടെയാണ്. ഈ സമയമാണ് ക്രിസ്തുവിനെ ഉൾക്കൊണ്ട് മാനസാന്തരവും സ്നാനവും അഭിഷേകവും വേർപാടും വിശുദ്ധിയും അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറയുന്ന ഈ കൃപായുഗം. അതാണിത്. കൃപായുഗത്തിൻ്റെ ഒടുവിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും എന്ന വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തു സ്വർഗത്തിൽ നിന്നും മധ്യാകാശത്തിലേക്ക് കർത്താവ് താൻ ഗംഭീരനാദത്തോട് വെളിപ്പെടുകയും ക്രിസ്തുവിൽ മരിച്ചവർ ശവക്കല്ലറിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെടുകയും ചെയ്യും. യേശുവിൻ്റെ വരവിനെ കുറിച്ചുള്ള ഭാഗമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ യാത്രയിലാകുന്നവർ, നടന്നു പോകുന്നവർ, ഉറക്കത്തിലായിരിക്കുന്നവർ, കെട്ടിടങ്ങളിലായിരിക്കുന്നവർ, ഏതെങ്കിലും ജോലിയിലായിരിക്കുന്നവർ, ഓഫീസിലായിരിക്കുന്നവർ, പ്ലെയിൻ പറപ്പിക്കുന്ന പൈലറ്റ് അല്ലെങ്കിൽ പ്ലെയിനിൽ യാത്ര ചെയ്യുന്നവർ, ഏത് നിലവാരത്തിലായാലും ഏത് സമയത്തിലായാലും ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ പട്ടണങ്ങളിൽ നിന്നും എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ക്രിസ്തുവിൽ ഒരുക്കമുള്ളവർ അവൻ്റെ വരവെങ്കൽ ഇവിടുന്ന് രൂപാന്തരപ്പെടുന്നു. അതിനു മുമ്പ്
ക്രിസ്തുവിൽ മരിച്ചവർ തേജസ്സിന്റെ പുത്രന്മാരായി ദൈവ തൂതതുല്യരായി സ്വർഗത്തിലേക്ക് പോകും. അവയെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ് ഈ കാണുന്നത്. ഇതിന്റെ വിശദീകരണം പിന്നാലെ വരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ സുവിശേഷ പ്രവർത്തകർക്കെല്ലാം ഒരു മാതൃകയാണെന്ന് സാറ് കരുതുന്നുണ്ടോ? തീർച്ചയായും. കാരണം ദൈവം കൊടുത്തിട്ടുള്ള കഴിവുകളെ മൂടി വെക്കാതെ അത് മറ്റുള്ളവർക്ക് പ്രയോജനത്തിന് വേണ്ടി അദ്ദേഹം വളരെ നാളുകളായിട്ട് ചെയ്യുന്നു, തുടർന്നും ചെയ്യുമെന്നുള്ള ആ പ്രതീക്ഷ എനിക്കുണ്ട്. ഇദ്ദേഹത്തിന് ചിത്രപ്രദർശനമൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ സാറ്? നേരിട്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് കഴിഞ്ഞ 15 വർഷമായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അനേക ബുക്സുകൾ, ഡ്രോയിങ്സുകൾ ഇതെല്ലാം ഞാൻ എൻ്റെ ഭവനത്തിൽ തന്നെ ഉണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകളാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചിത്രങ്ങൾ കാണുന്നതിനായി ദിവസവും എത്തുന്നത്. സന്ദർശകർ അധികമായപ്പോൾ അദ്ദേഹം അവർക്കായി ഒരു ആർട്ട് ഗാലറി തന്നെ തുറന്നു. ഇതും സുവിശേഷീകരണത്തിനുള്ള മറ്റൊരു മാർഗമായി. എനിക്കൊരു സംശയം, ഇതിനകത്തൊരു 8 പിക്ചേഴ്സ് കാണുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് മൊത്തം തോന്നുന്ന ഒരു ഭീകരതയാണ്. ഇപ്പോൾ ഈ ഒരു പാർട്ട് ഇത് വേറൊരു മനുഷ്യനെ കാണിക്കും. ഇതിനെക്കുറിച്ചാണ് എനിക്കറിയേണ്ടത്. BC 606 നെബൂഖദ്നേസർ രാജാവ് എന്ന് പറയുന്ന ഒരു വലിയ ചക്രവർത്തി ഉണ്ടായിരുന്നു. ആ ചക്രവർത്തി കാണുന്ന സ്വപ്നമാണ് ഈ കാണുന്ന ബിംബം. ഇതൊരു പഞ്ചലോക നിർമ്മിതമായ ബിംബമാണ്. ഭൂലോക ചരിത്രത്തെ ഡിവൈഡ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു വിഷയം. അതിനോട് തത്തുല്യമായി ദാനിയേൽ പ്രവാചകൻ എന്ന് പറയുന്ന ആ ദീർഘദർശി കാണുന്ന ഒരു ദർശനമാണ് ഈ 4 മൃഗങ്ങൾ. സിംഹം, 2 കഴുകിൻ്റെ ചിറക്, കരടി, ഇവിടെ 4 തലയുള്ള 4 ചിറകുമുള്ളതായ ഒരു പുള്ളിപ്പുലി, പിന്നെ ഭൂതലത്തിൽ ഒരു മൃഗത്തോട് സാമ്യമില്ലാത്ത ഭയങ്കരമായ മറ്റൊരു മൃഗം. ഇതെല്ലാം രാജാക്കന്മാരുടെ ഭരണതന്ത്രങ്ങളെ വ്യത്യസ്തമായി പഠിപ്പിക്കുന്നതായ കാഴ്ചയാണ്. ഇവിടെ ഇതാ ഒരു ആട്ടുകൊറ്റനെ കാണിക്കുന്നു. നെറ്റിയിൽ ഒരു കൊമ്പുണ്ട്. ഇത് അലക്സാണ്ടർ ചക്രവർത്തിയെ കാണിക്കുന്ന കൊമ്പും ഗ്രീസ് സാമ്രാജ്യത്തെക്കുറിച്ചാണ് എന്ന് പറയുന്നത്. ഇതെല്ലാം BC 606 മുതൽ ഈ ഭാവി കാലം വരെയുള്ള ചരിത്ര വിഷയത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. അത് ബുക്ക് ഓഫ് ഡാനിയലിനെ കുറിച്ചുള്ള. അത് ഇത്രയിൽ അല്ലാതെ കൂടുതൽ പറയാൻ സമയമില്ല. നൂറുകണക്കിന് ചിത്രങ്ങൾ ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാവാം. ഓരോ വിശാലമായ ക്യാൻവാസിലും ഓരോ ചിത്രങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ കാണികൾക്കും അത് ആവേശമാകുന്നു. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേര് സുവിശേഷ പ്രചരണം നടത്തുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി ഒരു സമൂഹത്തെ മുഴുവൻ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തോടെ ചിത്രങ്ങൾ സഹിതം ഇദ്ദേഹം സുവിശേഷ പ്രചരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് എത്രത്തോളം സ്വീകാര്യമാണ്? നിശ്ചയമായിട്ടും അത് വളരെ മറ്റേത് മീഡിയാസിനേക്കാളും ജനങ്ങൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഹൃദ്യമായ ഒരു മീഡിയ തന്നെയാണ് ഈ ചിത്രങ്ങളുടെ സഹായത്തോടുള്ള സുവിശേഷീകരണം. കാരണം മറ്റ് കൺവെൻഷനുകൾ, പരസ്യങ്ങൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ താല്പര്യമുള്ള, പ്രായവ്യത്യാസം എല്ലാവർക്കും ഒരുപോലെ അംഗീകാരമായൊരു വിഷയമാണല്ലോ. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ മാധ്യമത്തിലൂടെയുള്ള സുവിശേഷീകരണം വളരെ ഇഫക്റ്റീവായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇദ്ദേഹത്തിൻ്റെ ബൈബിളിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും കഥകളും ഇദ്ദേഹം ചിത്രങ്ങളാക്കി കഴിഞ്ഞു. പലതും ഇദ്ദേഹം ചിത്രങ്ങളുടെ സഹായത്തോടെയാണ് പുറലോകത്ത് എത്തിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇത്തരം വിശദീകരണങ്ങൾ, ചിത്രത്തിൻ്റെ സഹായത്തോടെയുള്ള വിശദീകരണങ്ങൾ നേരിട്ട് കേട്ടിട്ടുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങളും പഠിപ്പീരുകളും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് അടുത്തറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ തോന്നിയത്? ഇത് നേരിട്ട് കേട്ടപ്പോഴും അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ സഹായത്തോടെ വിശദീകരിച്ചപ്പോഴും മനസ്സിൽ തോന്നിയ ഒരു ചിന്ത എന്താ? ഈ കാലഘട്ടത്തിന് ആവശ്യമായ ഒരു സുവിശേഷ പ്രവർത്തനമാണ് ഭാഷാതിരുവൻ ചെയ്യുന്നത്. കാരണം ഇത് വളരെ മെനക്കേടുള്ള ഒരു ശുശ്രൂഷ ആയതുകൊണ്ട് അധികം പേര് ഇതിന് മെനക്കെടാറില്ലാത്ത ഒരു കാര്യമാണ്.
ചിത്രങ്ങളെ കൂടാതെ നിരവധി പുസ്തകങ്ങളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഗ്രന്ഥകാരനായി അറിയപ്പെടുക എന്ന ആഗ്രഹമല്ല രചനയുടെ പുതുവഴിയിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. ദൈവം പറഞ്ഞു തന്ന കാര്യങ്ങളെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പകർത്തുക എന്ന കർമ്മം ഇദ്ദേഹം പാലിച്ചു. ബൈബിളിൽ തന്നെ റിസർച്ച് നടത്തി വെളിപ്പാട് പുസ്തകം എന്ന വിഷയത്തെ ആസ്പദമാക്കി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെയുള്ള ചിന്തയ്ക്കുള്ളൊരു പ്രത്യേകമുള്ള ആധാരം എന്താണ്? വേദപണ്ഡിതന്മാരായ ധാരാളം ദൈവദാസന്മാർ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു പുസ്തക രചനയ്ക്ക് ഞാൻ യോഗ്യനല്ല എന്നെനിക്കറിയാം. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ നിയോഗം നൽകി ബൈബിൾ പ്രവചന ഗ്രന്ഥങ്ങൾക്ക് പ്രവചന ചരിത്ര വിഷയങ്ങളെ കാര്യകാരണസ്ഥയും തെളിയിച്ചുകൊണ്ടുള്ളതായ പുസ്തകങ്ങൾ എഴുതണമെന്ന് ദൈവാത്മാ ശക്തമായി പ്രേരണ നൽകിയതിനുള്ള ബന്ധത്തിൽ 15 വർഷത്തെ തീവ്രമായ പഠനത്തോടുള്ള ബന്ധത്തിൽ തയ്യാറാക്കിയ ആദ്യത്തെ ഗ്രന്ഥമാണ് ബുക്ക് ഓഫ് റെവലേഷൻ കമന്ററി. ഇത് 15 വർഷത്തെ പ്രയത്നമാണ്. 15 വർഷത്തെ കാര്യമായിട്ടുള്ള പഠനമാണ്. അപ്പോൾ ഒരുപാട് വായിച്ചെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് അറിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ പുസ്തകം എഴുതാൻ പറ്റത്തുള്ളൂ. എണ്ണമില്ലാത്ത പുസ്തകങ്ങൾ, ധാരാളം പുസ്തകങ്ങൾ വായിച്ച് അതിലെ ആശയങ്ങളെടുത്ത് പിന്നെ നിഗൂഢാർത്ഥങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ ധാരാളം വിഷയങ്ങൾക്ക് ചിത്രസഹിതം അതിന് തെളിവ് ഹാജരാക്കി പുറത്തുപോയി കൊണ്ടുവരികയാണ്. ഇതിന് ധാരാളം ആവശ്യക്കാരുണ്ടാകും സ്വാഭാവികമാണ്. ഇത് എഴുതാൻ തുടങ്ങിയപ്പോൾ തന്നെ ധാരാളം ആളുകൾ മുൻകൂർ ഇത് ബുക്ക് ചെയ്ത പുസ്തകം ആവശ്യപ്പെട്ടിരുന്നു. അവർക്കെല്ലാം കൊടുത്തു. ഇതിനകത്തെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് കൊണ്ടുവരിക. ഇതിൻ്റെ വിശദീകരണം അകത്ത് വരുന്നുണ്ട്. ബൈബിൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ കമന്ററി എന്നുള്ള നിലയിൽ വെളിപ്പാട് പുസ്തകം യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ കിട്ടിയ ദർശനമാണ്. അപ്പോൾ പത്മോസ് ദ്വീപ് എങ്ങനെ ഇരിക്കുമെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 1 നൂറ്റാണ്ടിന് മുമ്പ് ഹെലികോപ്റ്ററിൽ നിന്ന് എടുത്ത ഒരു ചിത്രമാണ് ഇൻ്റർനെറ്റ് വഴി ഇവിടെ എടുത്തിരിക്കുന്നത്, എയർവ്യൂ. അത് വേൾഡിൽ എവിടെയാണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് പ്രത്യേകം കൊണ്ടുവന്നു. മിഡിൽ ഈസ്റ്റിൽ ഈജിയൻ കടലിനകത്തെ പത്മോസ് ദ്വീപിനെ പ്രത്യേകം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ദൂരം, ചരിത്ര പശ്ചാത്തലം എല്ലാം. അപ്പോൾ ഇവിടെ വെളിപ്പെട്ട ക്രിസ്തുവാണിത്. അപ്പോൾ ഇങ്ങനെ ചിത്രങ്ങളിൽ കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശദമായ പഠനം, ഓരോ വാക്യങ്ങളിലും ഓരോ വാക്കുകളുള്ളതായ പഠനം ചിത്രങ്ങളിലൂടെയാണ് ഈ പുസ്തകം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ വിശദീകരണവുമായിട്ട് എല്ലാത്തിനും ചിത്രങ്ങൾ, ചാർട്ടുകളെല്ലാം ധാരാളം അതിനകത്തുണ്ട്. അങ്ങനെ 22 അധ്യായത്തിൻ്റെ ഫുൾ കമന്ററിയാണ് ആ പുസ്തകം. ഒരു സഞ്ചാരിയല്ലെങ്കിലും പല വിശുദ്ധ നാടുകളിലും അതിരൂപൻ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം കർത്താവായ യേശു ക്രിസ്തുവും പൗലോസുമെല്ലാം നടന്നുപോയ വഴികളിലൂടെ പലതവണ ഇദ്ദേഹം നടന്നു പോയിട്ടുണ്ട്. ഇന്ന് സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം യാത്രകളുടെ കൗതുകം പക്ഷേ ഇതല്ല, ഇവിടങ്ങളിൽ നിന്നെല്ലാം തെളിവുകൾ സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുവന്നു എന്നതാണ്. പക്ഷേ ഈ പെട്ടിയിൽ നോക്കുമ്പോൾ ശരിക്കും ഒരു കൗതുകമാണ് തോന്നുന്നത്. ഒരുപാട് എന്തൊക്കെയോ ആണെന്നേ തോന്നത്തുള്ളൂ. ഇതെന്താണെന്ന് ഒരുപക്ഷെ നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും നമുക്ക് എല്ലാവർക്കും ഒരു അത്ഭുതമായിരിക്കും. കാര്യം യേശുവിൻ്റെ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ പെട്ടിയിലുണ്ട്. ഇതെങ്ങനെയാണ് ഇത് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത്? ഇത് ചെറിയ പെട്ടിയാണെങ്കിലും ഇതിനകത്ത് ചെറിയ ചെറിയ സാധനങ്ങൾ വളരെയധികം നൂറ്റാണ്ടുകളുടെ സഹസ്രാബ്ദങ്ങളുടെ അപ്പുറമുള്ള ചരിത്ര പശ്ചാത്തലത്തെ തെളിയിക്കുന്ന ചില രേഖകളാണ്. എല്ലാം പറയാൻ വളരെ സമയം വേണം, എങ്കിലും ചുരുക്കം ചില കാര്യങ്ങൾ പറയാം. ഇത് പാപ്പറസ് എന്ന് പറയുന്ന ഞാങ്ങണ തണ്ടിൽ രൂപപ്പെടുത്തിയതായ പേപ്പറാണ്. അത് ബൈബിൾ ആദ്യകാലങ്ങളിൽ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിച്ചതായ പേപ്പർ, പേപ്പറസ്. അതിൽ തയ്യാറാക്കുന്ന രീതികൾ എല്ലാമുണ്ട്. അതിൽ ചിത്രം വരച്ചിരിക്കുന്നതാണത്. ഇന്നും അതുണ്ടാക്കുന്ന കമ്പനിയുണ്ട്. ആ ഞാങ്ങണയുടെ തണ്ട് പറഞ്ഞപ്പോൾ, ഞാങ്ങണ തണ്ടെന്ന് പറയുന്നത് മോശക്കുഞ്ഞിനെ ഞാങ്ങണ കൊണ്ട് തണ്ട് കൊണ്ട് പണിത കുട്ടയ്ക്കകത്താണ് നൈൽ നദിയിൽ കടത്തിവിട്ടത്. അത് 6-7 അടി ഉയരം നീളമുള്ള ഒരു പ്രത്യേകമായ നൈൽ നദിയുടെ തീരത്തുള്ള തണ്ടാണ്. ഇത് ത്രികോണ ഷേപ്പാണ്. ഇത് വളരെ പഴക്കമുള്ളതുകൊണ്ട് ഉണങ്ങി. എന്നാൽ 3 ഷേപ്പ്, അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ നിദാനമായിട്ടുള്ള 3 വശമുള്ള തണ്ടായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ 3000 വർഷങ്ങൾക്ക് മുമ്പ് സോദോം ഗോമോറ പട്ടണങ്ങൾ ദൈവത്തിൻ്റെ തോട്ടം പോലെ ആയിരുന്നതായ ആ 4 പട്ടണങ്ങൾ ദൈവത്തിൻ്റെ ക്രോധാഗ്നിയായ ദൈവത്തിൻ്റെ ദഹനാഗ്നി അഥവാ തീയും ഗന്ധകവും അയച്ച് വൻപാറകളും പർവ്വതങ്ങളും മണ്ണും മരവും മനുഷ്യനെ വെന്തുരുക്കി കുഴിഞ്ഞ് താണ സ്ഥലമാണ് ചാവുകടൽ. ആ ചാവുകടൽ തീരത്ത്
പാറകൾ തീയാൽ ഉരുകി അത് മെഴുകുപോലെ ഉരുകി താണിറങ്ങിയ ആ കല്ലുകൾ ഇത്രയും വർഷത്തിനിടയിൽ അതിന് താഴ്വരയിലുണ്ട്. ഇതും അതിൻ്റെ കരയിൽ മറ്റൊരു രീതിയിലുള്ള കല്ലാണ്. ഇത് യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച ഗോൽഖോതയിലെ ആ പാറയാണ് വെള്ള ഗ്രനൈറ്റ് പാറകളാണ്. അത് പൊട്ടി താഴ്വരയിൽ കിടന്നതായ പാറയുടെ ഒരു പീസാണ്. അത് കണ്ട തലയോടി പൊട്ടി അതിൻ്റെ ഒരു പീസ് പോലെ തോന്നും. അതിനെ ഓർമ്മിക്കുന്നതായ ഒരു കല്ല്, ഒരു പീസ് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്ന. ഇത് യേശു ക്രിസ്തുവിനെ ഗദസമന മുതൽ കാൽവരി വരെ ആ ക്രൂശീകരണ രംഗത്ത് ഉപയോഗിച്ചതായ വിവിധ വ്യതകളിൽ കൂടെ നടത്തിവിട്ടപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ തലയിൽ വെച്ചടിച്ച മുൾക്കിരീടം തന്നെ പിടിച്ചതായ ഗദസമന തോട്ടത്തിന് സമീപം തന്നെ മുൾവൃക്ഷങ്ങളുണ്ട്. അതേ യേശു ക്രിസ്തുവിൻ്റെ തലയിൽ മുൾക്കിരീടം പടയാളികൾ മുൾക്കിരീടം ഉണ്ടാക്കിയിട്ട് തലയിൽ വെച്ചടിക്കുന്നു. ആ മുൾക്കിരീടം എങ്ങനെയാണെന്ന് കാണാൻ വളരെ ആഗ്രഹിച്ചു. അതിൻ്റെ മുള്ളുകൾ ഇവിടെ ഉണ്ട്. കനം കുറഞ്ഞ തണ്ടാണ്, നീളമുള്ളതാണ്. അതിനെ വളച്ച് വെച്ചാൽ ഒരു തണ്ടിൽ തന്നെ ഒരു കിരീടം ഉണ്ടാക്കാം. വളരെ ബുദ്ധിമുട്ടി അവിടെ നിന്ന് പല പീസുകൾ കൊണ്ടുവന്നു. ഇവിടെ വന്ന് മുൾക്കിരീടത്തിന് ഷേപ്പാക്കി. വളരെ ബലവത്തായ 2-3 ഇഞ്ച് വരെ നീളമുള്ളതായ മുള്ളുകളാണ്. കർത്താവ് യേശു ക്രിസ്തു കാൽവിൽ സഹിച്ച വ്യതകളെ ഓർക്കുവാൻ ഇത് വളരെ സഹായമായി തീർന്നു. ചില സ്ഥലങ്ങളിൽ കർത്തൃമേശ നടത്തുമ്പോൾ ഞാൻ ഇത് കാണിച്ച് ശുശ്രൂഷിക്കാറുണ്ട്. ഒലുവ് മരത്തിൻ്റെ ചില പീസാണ്. വളരെ പഴക്കം കൊണ്ടൊക്കെ ഇലകൾ പൊഴിഞ്ഞു പോയി. ഒലുവ് മരത്തിൻ്റെ ശാഖ ഇതാണ്. നോഹയുടെ കാലത്ത് പ്രാവ് കൊണ്ടുവന്ന ഒലുവില്ല ഇതാണ്. ഇതിൻ്റെ ഒരു തണ്ട കൊണ്ടുവരുന്നത്. ഇത് അവിടെ സുലഭമായിട്ടുണ്ട്. അവിടുന്ന് കൊണ്ടുവരുമ്പോൾ ശരി ഉണങ്ങാത്തൊരവസ്ഥയായിരുന്നു. പച്ചയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഇലകൾ പൊഴിഞ്ഞ് അല്പമായിട്ടുള്ളത് അതിനകത്ത് ചേർന്നിരിപ്പുണ്ടെന്നേ ഉള്ളൂ. ചാവുകടലിനകത്ത് ഇറങ്ങിയാൽ ചവിട്ടി നിൽക്കുന്ന വെള്ളത്തിനകത്ത് ചെളിയാണ്. ഇത് വളരെ നല്ല പശു നല്ല മൃദുത്വമുള്ള തൈര് പോലെ വളരെ മൃദുത്വവും ചവിട്ടിയാൽ താഴത്തും മണലില്ല. ചെറിയ ഇത് ഔഷധ ഗുണമുള്ളതാണ്. ഇതിൻ്റെ മുകളിലുള്ള വെള്ളത്തിന് മുകളിൽ നിന്നാൽ താഴുകയില്ല, കിടന്നാലും താഴുകയില്ല. വെള്ളത്തിന് മുകളിൽ പൊങ്ങുതടി പോലെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ദേഹത്ത് ശരീരത്തിൻ്റെ ചൊറിച്ചുകൾ മാറും, ത്വക്ക് രോഗങ്ങളെല്ലാം മാറുമെന്നുള്ളത് തെളിവായിട്ട് അനേകരുടെ സാക്ഷ്യമാണ്. ചാവുകടൽ തീരത്ത് അനേക ഹോസ്പിറ്റലുകളുണ്ട്, ആയുർവേദ ഹോസ്പിറ്റൽ. ഈ ചേറ് കൊണ്ട് ശരീരത്തിൻ്റെ ത്വക്ക് രോഗങ്ങൾ മാറ്റുന്ന ചില ഹോസ്പിറ്റലുകളുണ്ട്. മികച്ച ഒരു ഗായികയും ഗാനരചയിതാവും കൂടിയായ വത്സമ്മയ്ക്ക് തൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചിത്രങ്ങളെ കാണുമ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാറുള്ളത്? ചിത്രങ്ങൾ കാണുമ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹം വരയ്ക്കുന്ന ചിത്രങ്ങളാണല്ലോ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ പഠന സമയത്ത് വിശദമായുള്ള പഠനങ്ങൾ പെട്ടെന്ന് ചുരുക്കി പറഞ്ഞതായ സന്ദർഭങ്ങൾ വരും. അപ്പോൾ അദ്ദേഹം 1-2 അതായത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1, 2, 3 അധ്യായങ്ങൾ ഒരു ചെറിയ ഗാനത്തിലൂടെ അത് എൻ്റെ ഭാര്യ ഇവിടെ അവതരിപ്പിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അവസരം തരാറുണ്ട്. അങ്ങനെ വലിയ വലിയ സ്റ്റേജുകളിലൊക്കെ അങ്ങനെ കൊച്ചൊരു അവസരം കിട്ടാറുണ്ട്. ഏത് ഗാനം പാടുന്നവരും? അപ്പോൾ ഞാൻ യേശു മണവാള നിൻ രൂപം വർണ്ണിപ്പതിന് എഴുതുക എന്നുള്ള ഒരു ഗാനമുണ്ട്. അത് ഞാൻ ആ ഒരൊറ്റ പാട്ടിനകത്ത് അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വളരെ 7 തങ്ക വിളക്കുകൾ നടുവിൽ ഉലാവിടുമെന്നാഥൻ, താരകളേഴും കരതലമതിലും താനമഹോ പണിവതു നൂനം, യേശു മണവാള നിൻ രൂപം വർണ്ണിപ്പതിന്നെഴുതോ. യേശു മണവാള നിൻ രൂപം വർണ്ണിപ്പതിന്നെഴുതോ എന്നുള്ള ആ ഗാനം ഞാൻ പാടും. ഓഡിയൻസിനൊക്കെ അത് വളരെ താല്പര്യമായി. കാര്യം അത്രയും ഭാഗം ആ ഒരു പാട്ടിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കും. ഇങ്ങനെയുള്ള പൊതുവേദികളിൽ നിങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്? അതെ, ഞങ്ങൾ ഒരുമിച്ചാണ് പോകാറുള്ളത്. മിക്ക സ്ഥലങ്ങളിലും ഞങ്ങൾ ഒരുമിച്ചാണ്. ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തുന്ന നേരത്ത്, ബൈബിൾ ക്ലാസ് നടത്തുന്ന നേരത്ത്, അങ്ങനെയുള്ള ഏത് പരിപാടിക്കും ഞങ്ങൾ കുടുംബമായിട്ട് പോകാറുണ്ട്. മകനായ മെൽവിൻ സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുവാൻ മിടുക്കനാണ്. കുടുംബമായി ഇവർ ദൈവം തന്ന കഴിവുകളെ വിനിയോഗിക്കുമ്പോൾ തീർച്ചയായും സ്വർഗം സന്തോഷിക്കുകയാണ്. പറഞ്ഞുകേട്ട വിശ്വാസ സത്യങ്ങളെ വസ്തുക്കളിലൂടെ തന്നാലാവും വിധം ജ്വലിപ്പിച്ചു നിർത്തുകയാണ് ഈ ദൈവദാസൻ. അങ്ങനെ സകലർക്കും സുവിശേഷമെന്നത് യാഥാർത്ഥ്യമാക്കുന്നു ഇദ്ദേഹം.
വന്ന കാലഘട്ടത്തിൽ ചിത്രങ്ങളിലൂടെ സുവിശേഷം അറിയിക്കുക എന്നുള്ള ആശയത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? 10,000 സുവിശേഷ പ്രവർത്തകരുടെ പ്രസംഗത്തിലും ഇതിനിടയിൽ ഞാൻ ഒരു ആർട്ടിസ്റ്റിക് ഇവാഞ്ചലിസം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടില്ല. ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു താലന്തായതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ധാരാളം കേട്ട് പഴകിയ വിഷയങ്ങൾ പോലും ചിത്രകല പ്രദർശനത്തിൽ കൂടെ ഞാൻ ബോധവൽക്കരിക്കുമ്പോൾ വളരെ മനസ്സിലായെന്ന് പറഞ്ഞ് 100 നന്ദി വന്ന് പറയുകയും ഫോൺ വിളിക്കുകയും ചെയ്യാറുണ്ട് ആളുകൾ. അതുകൊണ്ട് ഇതിൻ്റെതായ ശ്രേഷ്ഠത എന്തുമാത്രം പ്രയോജനമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഈ ഒരു പ്രചരണവുമായി അല്ലെങ്കിൽ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പാണുള്ളത്? ഇതുവരെയും ഈ മിനിസ്റ്റർ ചെയ്തിടത്തോളം ആളുകൾക്ക് വളരെ പ്രയോജനമാണെന്നുള്ളതായ റിസൾട്ട് അറിഞ്ഞതുകൊണ്ട് ഇത് 10 ഇരട്ടിയായി ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ളതായ ശ്രമമാണ് ഇപ്പോൾ നടക്കുക. അതിനു വേണ്ടിയാണ് കൂടുതൽ കളക്ഷൻ ഇതിനെക്കുറിച്ച് ഞാൻ പഠനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് സാധാരണ വചനത്തിൽ കൂടെ ആളുകൾക്ക് മനസ്സിലാകില്ല. നിഗൂഢാർത്ഥങ്ങളെ കൂടി നിറഞ്ഞിരിക്കുന്ന ബൈബിളിലെ വിഷയങ്ങൾ ലളിത ചിത്രത്തിൽ കൂടെ വളരെ സിമ്പിളാക്കി ജനത്തെ ബോധവൽക്കരിക്കുക. അപ്പോൾ നിത്യതയെക്കുറിച്ചുള്ള വലിയൊരു ദർശനം അവിടെ അകത്തുണ്ടാകും. എൻ്റെ ലക്ഷ്യം അതാണ്. നല്ല നിലത്ത് വീഴുന്ന വിത്തുകൾ ഒരു യാദൃശ്ചികതയല്ല, നിതാന്ത ജാഗ്രതയോടുകൂടിയ ഒരു കരുതലിൻ്റെ നിമിഷം അവിടെയുണ്ട്. സർവ്വ കഴിവുകളിലൂടെയും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുക, ദൈവവചനം പ്രഘോഷിക്കുക, സുവിശേഷത്തിലേക്ക് മറ്റുള്ളവരെ സ്വാഗതം ചെയ്യുക. ഇതെല്ലാം അതിരൂപൻ എന്ന ഈ ദൈവദാസൻ ചെയ്യുന്നു. ദൈവം കരം പിടിച്ച് നടത്തുന്ന ഒരാളായി മാറുക എന്നതിനേക്കാൾ മറ്റെന്തുണ്ട് ശ്രേഷ്ഠമായി ഈ ഭൂമിയിൽ? നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നുന്നു? കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ. ഇപ്പോൾ പാസ്റ്ററിന്റെ ആ സെയിം ചിത്രകല ഉപയോഗിച്ച് ഞങ്ങൾ തുടർന്ന് വെളിപ്പാട് പുസ്തകത്തിനെ കുറിച്ച് ഓരോ ചാപ്റ്റേഴ്സും ഓരോ ടോപ്പിക്സും എടുത്തുകൊണ്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ജീവൻ കാ വചൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഈ ചാനൽ കൂടെ ലഭ്യമാണ്. ചിലവില്ലാതെ തന്നെ നമുക്ക് ഈ വീഡിയോസ് കണ്ട് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതിനകത്തുള്ള വീഡിയോസ് ഓരോന്നും കണ്ട് നമ്മൾ വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് പഠിക്കാം, മനസ്സിലാക്കാം. ദൈവത്തിന് മഹത്വം.